സംസ്ഥാനങ്ങളുടെ വായ്പാ പരിധി സംബന്ധിച്ച് കേരളം സുപ്രീം കോടതിയിൽ നൽകിയ കേസ് ന്യായമാണെന്ന് ബോധ്യപ്പെടുത്താൻ സാധിച്ചതായി മന്ത്രി കെ.എൻ. ബാലഗോപാൽ നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളം സുപ്രീം കോടതിയിൽ കേസ് നൽകിയതിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യമില്ലെന്നും മന്ത്രി പറഞ്ഞു. സുപ്രീം കോടതിയിൽ കേരളം ഫയൽ ചെയ്ത കേസ് അതിന്റെ ആദ്യഘട്ടം ഹിയറിംഗ് കഴിഞ്ഞത് കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ചിന്റെ റഫറിയാണ് സെർച്ച് ചെയ്തത്. കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ച് ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ആ കേസിന്റെ നടപടിക്രമങ്ങൾ തുടരുന്നതേ ഉള്ളൂ. സർ, ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇത് ശരിയായ കാര്യങ്ങൾ, ന്യായമായ കാര്യങ്ങൾ, നിയമമനുസരിച്ചുള്ള കാര്യങ്ങൾ, അതാണ് സംസ്ഥാനം ഉന്നയിക്കുന്നതെന്ന് രാജ്യത്താകെ ചർച്ചയായി. മറ്റ് സംസ്ഥാനങ്ങളും ഈ ഫിസ്ക്കൽ ഫെഡറലിസത്തിന്റെ ഇഷ്യൂവിനകത്ത് കാര്യമായി ഇടപെടാനും ഏറ്റവും അവസാന കൈയാണ് കോടതി പോകുന്നത് എങ്കിൽ പോലും അങ്ങനെ പോകാൻ നിർബന്ധിതമായ അവസ്ഥയുണ്ടായി. അതുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങൾ രാഷ്ട്രീയമായ ഒരു പ്രചരണത്തിന് വേണ്ടിയിട്ടല്ല കേരള സംസ്ഥാന സർക്കാർ പറഞ്ഞിട്ടുള്ളതെന്നും കേരളത്തിലെ ജനങ്ങളുടെ യഥാർത്ഥ ഇഷ്യൂ എല്ലാ ഡീറ്റെയിൽസും വെച്ച് ഭരണഘടനാപരമായി തന്നെ ഉന്നയിക്കുന്നതും വരുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് കേന്ദ്രത്തിന്റെ സമീപനത്തിൽ അവർ മാറ്റം വരുത്തുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കാം. സുപ്രീം കോടതി അതിന്റെ കേസ് ലിസ്റ്റ് ചെയ്ത് ബാക്കി കാര്യങ്ങൾ വരേണ്ടതാണ്.